സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റേജ് 1 അവർ പറയുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ പോകണം, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് അവർ മാറ്റി തരുത്തൊന്നുമില്ല. അങ്ങനെയും കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് റിജക്ട് ചെയ്യും, വേറൊന്നും അവർ നോക്കുന്നതല്ല. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നേവിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു അവസരമാണ് ഇന്ത്യൻ നേവി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ പറ്റിയുള്ള കുറെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, മെഡിക്കൽസ്, ഫിസിക്കൽസ്, അതുപോലെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെയും ക്ഷമയോടെ കണ്ട് മനസ്സിലാക്കുക. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ കുറിച്ചുള്ള ഡൗട്ടുകൾ, അഭിപ്രായങ്ങൾ താഴെ കമന്റിലൂടെ അറിയിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് 29-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനുവരി 29-നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ കുറെ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അതും കൂടെ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കണം. കാരണം മറ്റൊന്നുമല്ല, മെർച്ചന്റ് നേവി എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പലരും ഡൗട്ട് വയ്ക്കാറുണ്ട്. അതിന്റെ ഇടയ്ക്ക് കൂടെ വൈഷ്ണവി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ റിക്രൂട്ടിംഗ് ഏജൻസി അവരെ വിളിക്കുന്നെന്നോ അവര് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കുന്നോ അങ്ങനെയൊക്കെ കേട്ടിരുന്നു. അപ്പൊ നിങ്ങൾ ഇതിനൊന്നും പോകരുത്. ഞാൻ ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് മെർച്ചന്റ് നേവിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ പിക്ചർ ഞാൻ ഇപ്പൊ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോസ് ഒന്ന് കാണുക. കാരണം ഈ വൈഷ്ണവി, അതുപോലെ പലരും നിങ്ങളെ ഒരുപക്ഷെ കോൺടാക്ട്, അതുപോലെ വീട്ടിൽ അവരുടെ ബ്രോഷർ ഒക്കെ അയച്ചു തരുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രസ്റ്റഡ് ആണോ എന്ന് ഞാൻ പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് അത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ, ഇപ്പൊ പിക്ചർ കാണിക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കിയേക്കാം. കാരണം പല വീഡിയോസിലും ഞാൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ പറയുന്നത് SSBയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. റിലാക്സേഷൻസ് ഉള്ളവര് അവരുടെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ ടാറ്റുവിന്റെ കാര്യം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്രൊമോഷൻ സബ് ലെഫ്റ്റനന്റ് ടു കമാൻഡർ വരെയൊക്കെ ആകാനുള്ള അവസരമാണ് ഉള്ളത്. ശേഷമായിട്ട് സ്പോർട്സ് അഡ്വഞ്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്ട്രേറ്റ് ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷനിലൊക്കെ പോവാം. ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 29 ജനുവരി 2021 ആപ്ലിക്കേഷൻ അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ്. ഫീമെയിൽസിന് അപേക്ഷിക്കാനുള്ള അവസരമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കാണ് ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരം. 10+2 കേഡറ്റ് എൻട്രി ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് 5 വേക്കൻസിയും എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് 21 വേക്കൻസിയുമാണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 26 വേക്കൻസികളാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നോക്കുകയാണെങ്കിൽ ഏജ് ബോൺ ബിറ്റ്വീൻ 2 ജനുവരി 2002 1 ജൂലൈ 2004 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഈ 2 ഡേറ്റും ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ജനുവരി 2002 1 ജൂലൈ 2004 ഇടയ്ക്ക് ഉള്ളവർക്കാണ് അപേക്ഷ ചെയ്യാനുള്ള അവസരം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏതൊരു ബോർഡ് പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 70% അഗ്രിഗേറ്റ് മാർക്സ് ഉണ്ടാകണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് 50% ഒന്നെങ്കിൽ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2ലോ ഉണ്ടാകണം. അതായത് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചിലർ വിചാരിക്കും 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിന് 50% ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയുമോ എന്ന്. നിങ്ങൾ +2ന് നിങ്ങൾ സയൻസ് പഠിച്ച് 70% മാർക്ക് ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ +2 ഇംഗ്ലീഷ് അല്ലെങ്കിൽ 10ാം ക്ലാസ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് 50% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിലും അപേക്ഷിക്കാം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ 10ാം ക്ലാസ് ഇപ്പം ഈ ബ്രാക്കറ്റിൽ ഇട്ട് 10th ഓർ 12th കാണിച്ചിട്ട് അങ്ങനെ. ഇതിന്റെ ഇന്ത്യൻ നേവിയുടെ വേറെ നോട്ടിഫിക്കേഷനിന് കുറച്ച് നാൾ മുമ്പ് വന്നപ്പോൾ ഇതേപോലെ ഡൗട്ടുകൾ ഒത്തിരി പേര് ചോദിച്ചത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം. JEE മെയിൻ എക്സാം എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ അതിന്റെ സ്കോർ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ JEE റാങ്ക് നോക്കും. SSB ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ബാംഗ്ലൂരോ, ഭോപ്പാലോ, കൊൽക്കത്തയിലോ, വിശാഖപട്ടണത്തോ
മാർച്ച് ടു ജൂൺ 2021 ഇടയ്ക്ക് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ജെയ് മെയിൻ എഴുതി നിങ്ങൾക്ക് ആ സ്കോർ കാർഡൊക്കെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, SSB ഇന്റർവ്യൂവിനായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് SMS അല്ലെങ്കിൽ ഇമെയിലോ അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. 2 സ്റ്റെപ്സ് ആയിട്ട് ആയിരിക്കും SSB ഇന്റർവ്യൂ നടക്കുക. സ്റ്റേജ് 1 ഇന്റലിജൻസ് ടെസ്റ്റ്, പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഫെയിൽ ആവുന്നവര് സ്ട്രെയിറ്റ് വീട്ടിലേക്ക് പോകേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 9 ഫെബ്രുവരി 2021 ആണ്. ഓക്കെ, അപേക്ഷ സമർപ്പിക്കാനുള്ള. സ്റ്റേജ് 2 സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ഗ്രൂപ്പ് ടെസ്റ്റിംഗ്, ഇന്റർവ്യൂ 4 ദിവസത്തേക്ക് നീണ്ടിരിക്കും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശേഷമായിട്ട് ഇപ്പൊ ഞാൻ കുറെ സ്ഥലങ്ങൾ പറഞ്ഞു, ഈ സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും SSB ഇന്റർവ്യൂ. അപ്പം അവര് പറയുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ പോകണം, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് അവർ മാറ്റി തരുത്തൊന്നുമില്ല. അങ്ങനെയും കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാകും. നേവൽ അക്കാഡമിയിൽ വെച്ചിട്ടായിരിക്കും ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബിടെക്, ഇപ്പൊ ബിടെക് എൻട്രി ആണ്, 10+2 ബിടെക് എൻട്രി ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ബിടെക് റിലേറ്റഡ് കോഴ്സുകളായിരിക്കും ഇവർ തന്നെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് വാലിഡ് ആയിട്ടുള്ളവരുടെ വേണം, മൊബൈൽ നമ്പറും വേണം. അത് രണ്ടും മസ്റ്റ് ആണ്. റിലവന്റ് ഡോക്യുമെന്റ്സ് വേണം, അതായത് ബർത്ത് പ്രൂഫ് വേണം, 10ാം ക്ലാസ് +2 സർട്ടിഫിക്കറ്റ് വേണം, ജെയ് മെയിന് സ്കോർ കാർഡും വേണം. ഓക്കെ, ജെയ് മെയിൻ സ്കോർ കാർഡ് വേണം, കമ്പൽസറി ആണ്. ഓക്കെ, പിന്നെ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ഷുഡ് ബി സ്കാൻഡ് ഇൻ JPG, അതായത് പിക്ചർ ഫോർമാറ്റിലോ TIFF ഫോർമാറ്റിലോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ നിങ്ങൾ നല്ലൊരു കമ്പ്യൂട്ടർ സെന്ററിൽ തന്നെ പോയി ചെയ്യണം. ചുമ്മാ നിങ്ങൾ ഫോണിൽ ലാഭിക്കാമെന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഒരുപക്ഷെ അബദ്ധത്തിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾ ഈ സ്കാൻഡ്, അതായത് ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്കാൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പൊ നിങ്ങൾ ചെന്നിട്ട് ബ്ലഡ് ആയിട്ടുള്ള പിക്ചറോ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്ക് വീണിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അത് റിജക്ട് ചെയ്യും, സ്ട്രെയിറ്റ് ആയിട്ട് റിജക്ട് ചെയ്യും, വേറെ ഒന്നും അവർ നോക്കുന്നതല്ല. സോ ഇവിടെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അവര്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് കെയർഫുൾ ആയിട്ട് നിങ്ങളുടെ മെഡിക്കൽ, അതുപോലെ തന്നെ ട്രെയിനിങ്, അതുപോലെ എല്ലാ സബ്മിറ്റിംഗിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കയറി വ്യക്തമായി വായിച്ചു നോക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും എലിജിബിൾ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം, അത് വാലിഡ് ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം. ഇൻവാലിഡ് അല്ലെങ്കിൽ ഇൻഎലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എപ്പോൾ അവർ പിടികിട്ടുന്നോ ആ ടൈമിൽ നിങ്ങളെ റിജക്ട് ചെയ്യും, സ്ട്രെയിറ്റ് അവേ റിജക്ട് ചെയ്യുന്നതായിരിക്കും. ഫെബ്രുവരി 9-ാം തീയതി കഴിഞ്ഞ് ഒരു ടൈം അവർ പറയുന്നില്ല. 9-ാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കണം, ഡോക്യുമെന്റ്സ് സഹിതം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഏറ്റവും 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന ഡിക്ലറേഷൻ, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് ലാസ്റ്റ് ഡിക്ലറേഷൻ ടിക്ക് ചെയ്താണ് നിങ്ങൾ വിടുന്നത്. അതായത് ആ ഡിക്ലറേഷനിൽ ഇങ്ങനെ ആയിരിക്കും, ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ സത്യസന്ധമല്ലാതെ എന്തെങ്കിലും ഇടയ്ക്ക് കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും സ്ട്രെയിറ്റ് അവേ റിജക്റ്റഡ് ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് അവേ റിജക്റ്റഡ് എന്നല്ല, അവർ സെലക്ഷൻ പ്രൊസീജിയറിന്റെ ടൈമിൽ കണ്ടുപിടിക്കുകയാണെങ്കിലും അവിടെ വെച്ച് തന്നെ നിങ്ങളെ ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറെ ഡീറ്റെയിൽസിനായിട്ട് www.joinindiannavy.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ഡൗട്ടുകൾ താഴെ കമന്റിലൂടെ ചോദിക്കാം. ഓക്കെ.